ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു കടലയുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കടല പക്കവട എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കടല ഫ്രൈ എന്ന് പറയാം, എങ്ങനെ വേണോ പറയാം. എന്തായാലും നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ കടലയാണ്. അതുമാത്രമല്ല, അത് നമ്മൾ നേരത്തെ സാധാരണ ചെയ്യുന്ന കടലയെക്കാളും നേരത്തെ കുതിർത്തി വെക്കണം. അതായത് ഇപ്പോൾ വൈകുന്നേരം ചെയ്യാനാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇത് വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്തിയെടുക്കണം. അതുമാത്രമല്ല, നല്ല പോലെ ഒന്ന് കഴുകിയിട്ടും എടുക്കണം. അപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടികളെല്ലാം ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ്, 3/4 ടേബിൾ സ്പൂൺ നല്ല കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളറിനും എരിക്കും വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേ അളവിന് തന്നെ കായം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കൂടുതൽ മുട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, 1 മുട്ട മതി. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ തന്നെ ഈ ഒരു മസാല നല്ലതുപോലെ കടലയിൽ കോട്ടായിട്ട് കിട്ടും, നല്ല പുരട്ടിയെടുത്തതുപോലെ ഇരിക്കും. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചാലും മതി. അപ്പോൾ നല്ലതുപോലെ കടലയിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്ന കടല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അല്പമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നല്ലപോലെ കുതിർന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റേഷൻ കടയിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് കടല എന്തായാലും കിട്ടുന്നുണ്ടായിരിക്കും, അതിലൊരുപാട് പേർക്ക് വീട്ടിൽ ബാക്കി ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊരു ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട്, അതും ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്യാഷ് പ്രൈസാണ് കൊടുക്കുന്നത്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കടല വെച്ചിട്ടുള്ള പക്കവട അല്ലെങ്കിൽ കടല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ആ എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി, അതായത് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ ആ സ്കിന്നൊന്നും കളയാതെ ഒന്ന് ചതച്ചിട്ട് ഒരു ഇടി ഇടിച്ച് ഒന്ന് ചതച്ചെടുക്കുമല്ലോ, അങ്ങനെ ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറിവേപ്പിലയും ഈ ഒരു വെളുത്തുള്ളിയും കൂടെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു കടലയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ ടോപ്പ് കമൻറ്റ്സ്, കഴിഞ്ഞ വീഡിയോയിലെ ടോപ്പ് കമൻറ്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.